علامة الذي استقام أن يكون مثله كمثل الجبل لأن الجبل له 4 علامات أحدها أنه لا يذيبه الحر، فالثاني لا يجمده البرد، فالثالث لا تحركه الريح، فالرابع لا يذهبها السيل، فكذا المستقيم له إلى آخر الحديث شفيعنا رسول الله. ആണായാൽ കുഞ്ഞു പിറന്നാൽ വധിക്കണമെന്നരുൾ ചെയ്ത ഫറോവ അന്നാട് വാണിടും കാലം മൂസാ നബി പിറന്നേ. ഒരു നാളിൽ മൂസ ജനിച്ച് മദനിച്ച് ഗേദം ഭരിച്ച് ഒരു വെട്ടിയിലാക്കി മോനെ നൽകിയൊന്നേ. ഓളങ്ങൾ താലോലിച്ച് ഒഴുകി വരുന്നൊരു പേട്ടി ചുമന്ന് അവൾ ആസിയ ബീവി കൽബ് തുറക്കുന്നേ. പെട്ടി തുറന്നൊരു നേരം മുത്തളി മോനെ കണ്ട് കുട്ടിയെ വാരിയെടുത്ത് മാറി ചേർക്കുന്നേ. കൊട്ടാരം തന്നെ വളർന്ന് കുട്ടി ഉണർന്ന് നബിയായി മാറി വല്ലാനായി രാജൻ ഫറോവ വിധികൾ കേൾക്കുന്നേ. നദി തന്നോളൊരു അത്ഭുത കഥ കേട്ടുൾത്തടം പിടയും ചരിതങ്ങൾ കുശരീനാൽ നിവർത്തിടട്ടെ. ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നാം ഇവിടെ ഒരുമിച്ചുകൂടി പോലെ അല്ലാഹു അവന്റെ അനുഗ്രഹീത സ്വർഗ്ഗത്തിൽ നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും അല്ലാഹുവിന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് വിട്ടുപുറത്ത് ഉറപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ അമലുകളും നിസ്കാരങ്ങളും സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും എല്ലാം അല്ലാഹുവിന്റെ അളവറ്റ അപാരമായ അനുഗ്രഹം കൊണ്ട് സ്വീകരിക്കുമാറാവട്ടെ. ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു നീ പൊറുക്കണമേ. കഴിഞ്ഞ ആഴ്ച നമ്മൾ മരണപ്പെട്ടു പോയ മുഹമ്മദ് സാഹിബിനെ കൂടി അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും ജുമാഅത്ത് പള്ളിയുടെ ഒരു മൂലയിൽ വന്നിരിക്കുന്ന ആ സഹോദരൻ, അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കുമാറാവട്ടെ. അവർക്ക് വേണ്ടി മക്കൾ ചെയ്യുന്ന, മക്കളുടെ പേരമക്കൾ ചെയ്യുന്ന, കുടുംബങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഉസ്താദിന്റെ പ്രസംഗം താമസിച്ചു പോണ ജുമാക്ക് പലർക്കും ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ആദ്യമേ തന്നെ അതുകൊണ്ട് ഇന്ന് 5 മിനിറ്റ് കൂട്ടി വെച്ചേക്കാണ് ക്ലോക്കില്. ഇതിന്റെ അകത്ത് സമയം നോക്കിയാണ് ഉസ്താദ് പ്രസംഗിക്കണം. എല്ലാം നമ്മുടെ ഈ വെണ്ടുവഴിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കടക്കാരാണ്. ഈ പ്രസംഗം ഒന്നും കേട്ടിട്ട് വേണ്ട. മൊബൈലിലെ സെൻസാറിലൊക്കെ മുതൽ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രാസംഗികന്മാരും ഔലിയാക്കന്മാരും മഹാന്മാരും മശായിഖുമാരും ഒക്കെ പ്രസംഗം അവരുടെ മൊബൈലിൽ വിരൽ തുമ്പിലുണ്ട്. എന്റെ പൊന്നുസ്താദ്, ഞങ്ങൾ കടയിലായിരിക്കും ഇത് കേൾക്കൊണ്ടാണ് ഞങ്ങൾ പണിയെടുക്കണേ. അപ്പൊ അതുകൊണ്ട് ആരും പഠിപ്പിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ല. പള്ളിയിൽ ഇവിടുന്ന് നിങ്ങളൊന്ന് എഴുന്നേറ്റ് പുറയിലേക്ക് നോക്കണം. ഒരു മണി മൊത്താവും. ഒരു മഗ്‌രിബ് നിസ്കാരത്തിന് ഇവിടെ വരുന്ന ആൾക്കാർ പോലും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ 40 പേരെ കേൾപ്പിക്കണം എന്നൊരു നിബന്ധന ഉണ്ടല്ലോ. അതുകൊണ്ടാണ് അല്ലാഹു തആല നേരത്തെ വരാൻ തൗഫീഖ് ചെയ്യട്ടെ. എനിക്കൊരു 10 മിനിറ്റ് പ്രസംഗിച്ചാൽ മതി. വരാത്തത് കൊണ്ടാണ്. വരാത്തത്രല്ല, ചില ആളുകൾ അവസാനം വരുമ്പോഴാണ് അപ്പാക്കും ഉമ്മാക്കും വേണ്ടി മരിച്ച് ദുആ ചെയ്യാൻ വേണ്ടി കൊടുക്കണത്. എന്നാ ആ പൈസയും കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ ഒരാഗ്രഹവും.
ജുമാക്ക് നേരത്തെ വന്ന ഈ ഇരിക്കുന്ന ആളുകളൊക്കെ എന്നെക്കാൾ മുമ്പ് വന്ന് ഈ പള്ളിയിൽ വന്ന് കൂലി വാങ്ങിച്ച് ഇരിക്കുന്നവരെ വലതുവശം വെള്ള വസ്ത്രം ധരിച്ച് ഈ നാട്ടിലെ നല്ല പണ്ഡിതന്മാരായ കഴിവുള്ള ആൾക്കാരെ. അപ്പൊ അവരുടെയൊക്കെ ആഗ്രഹം പെട്ടെന്ന് തന്നെ ജുമാക്ക് വന്ന് ജുമാ നിസ്കാരം കഴിഞ്ഞ് കുത്തുബയും കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ് പോണം 1:30 തീർക്കണമെന്നാണ് എന്റെ ആഗ്രഹം. 1:40 കൂടിപ്പോയ 1:35 കൂടി പോയാൽ കൂടുതൽ പോകണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ല. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. വർത്തമാനകാല സാഹചര്യങ്ങൾ ലോക ജനതയ്ക്ക് മുഴുവനും മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിധത്തിലാണ് മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന ഫലസ്തീനിലെ മക്കളുടെ അവസ്ഥ. അതിനേക്കാളുപരി രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഫാസിസ്റ്റ് ഭരണം. അതും പോരാറിട്ട് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും എല്ലാം വളരെ മോശമായ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് ജയിലിന്റെ അകത്തളങ്ങളിലേക്ക് വലിച്ചെറിയുന്ന ഒരവസ്ഥ. അല്ലാഹു കാക്കുമാറാവട്ടെ. ഇതിനെല്ലാം പുറമെയാണ് മുസ്ലിമീങ്ങളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും യുവാക്കൾ ലഹരിക്ക് അടിമയായി ഓരോ ദിവസം ചെല്ലും തോറും മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു കാക്കുമാറാവട്ടെ. ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അതൊരു വിശ്വാസമാണ്. നമ്മുടെയൊക്കെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് പലരും പറയാറുണ്ട് അവന്റെ ശക്തി ഉരുക്കുകോട്ടയാണ്. ഉരുക്കുകോട്ടയുടെ പ്രത്യേകത എന്താ? എത്ര വലിയ പ്രതിരോധം തീർക്കേണ്ട എന്ത് സംഗതി വന്നാലും ആ ഉരുക്കുകോട്ടയുടെ ഒരു രോമത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അവൻ പാറയാട്ടോ, പാറ പോലെ ഉറച്ചു നിൽക്കും. ഫുട്ബോൾ കളിയിൽ എന്താണ് സെൻട്രൽ ബാക്കായി നിൽക്കുന്ന ആള് നല്ല സ്ട്രോങ് ബാക്കിയല്ലെങ്കിൽ എന്താണ് ഗോൾ ഇങ്ങനെ വാരി കൂട്ടേണ്ടി വരും എന്ന് പറയും പോലെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അത് ഈമാനാണ്. ആ ഈമാൻ നിലനിൽക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. ഈമാനുള്ളവന്റെ ഹൃദയം എന്നത് ഉരുക്കു കോട്ടയാണ്. എത്ര വലിയ പ്രതിസന്ധി വന്നാലും അവന്റെ കണ്ണുനീരൊക്കെ പൊട്ടിപ്പോകും. പക്ഷെ ആ ഉരുക്കുകോട്ടയാകുന്ന ഈമാനിലേക്ക് ഒരു അസ്ത്രം പോലും അങ്ങോട്ട് തുളച്ചു കയറില്ല. ഈമാൻ എന്നത് അവന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലുള്ള വിശ്വാസമാണ്. അചഞ്ചലമായ ഒരു മനുഷ്യന്റെ വിശ്വാസമാണ് അവന്റെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത്. ആത്മാവിന്റെ ഈമാനിന്റെ ആത്മാവ് എന്നത് തവക്കുലാണ്. ഏതൊരു ഈമാനുള്ള വ്യക്തിയുടെയും പ്രധാനപ്പെട്ട പോയിന്റ് തവക്കുല. ആകാശം പോരട്ടെ, എനിക്കെന്റെ റബ്ബുണ്ട്, ആകാശം ഇടിഞ്ഞു വന്നോട്ടെ, എന്റെ റബ്ബ് അങ്ങനെ ആകാശം പൊളിഞ്ഞു വീണ് മരിക്കാനാണ് എന്റെ റബ്ബ് എന്നെ നിശ്ചയിച്ച് ഞാൻ അങ്ങനെ മരിച്ചോട്ടെ. അതെന്റെ ഈമാനാണ്. ഈമാനിന്റെ ആത്മാവ് എന്നത് തവക്കുലാണ്. അല്ലാഹുവിനെ തവക്കുലാക്കാൻ ഈ ലോകത്തെ ഏതെങ്കിലും വിശ്വാസിക്ക് കഴിയുന്നുണ്ടോ? ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടേണ്ടി വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, പ്രശ്നങ്ങൾ വന്നാലും, അപകടങ്ങൾ വന്നാലും, മുസീബത്തുകൾ വന്നാലും റബ്ബിനെ തവക്കുലാക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ? എന്നാൽ നിന്റെ ഹൃദയത്തിന്റെ അടിത്തളങ്ങളിലുള്ള ഈമാനുണ്ടല്ലോ, അത് ഉരുക്കുകോട്ടയാണ്. നബി മുഹമ്മദ് മുസ്തഫ ഉരുക്കുകോട്ടയെ ഒരു ചലനം പോലും സൃഷ്ടിക്കാൻ നമുക്ക് കഴിയില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അവസാനം പറഞ്ഞത് ഒരു മനുഷ്യനായ ബുദ്ധിയുള്ള മനുഷ്യൻ അവൻ അധികം സംസാരിക്കില്ല. എന്നാൽ വല്ലാതെ സംസാരിക്കുന്നവന് സമൂഹത്തിൽ ഒരു വിലയുമില്ല. ഒരാളുടെ സംസാരം കുറഞ്ഞാൽ മൻ കല്ല കലാമഹു
തമ്മ അക്കുലുഹു സംസാരം കുറഞ്ഞവന്റെ ബുദ്ധി കൂടുന്നതാണ്. കസുറ കലാമുഹു കസുറ ദബ്ബുഹു എപ്പോഴും സംസാരിക്കുന്നവന്റെ പാപങ്ങൾ കൂടി കൂടി വരും. ഗീബത്താവട്ടെ നമീമത്താവട്ടെ ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ ചുമ്മാ അവിടെ കേട്ടത് ഇവിടെ കേട്ടത് അപ്പുറത്ത് കേട്ടത് എല്ലാം കേടിങ്ങനെ പറഞ്ഞോണ്ട് നടന്നാൽ ഒരാളുടെ സംസാരം അധികരിച്ചാൽ അവന്റെ പാപങ്ങൾ അധികരിക്കുന്നതാണ്. പാപങ്ങൾ അധികരിച്ചാൽ എന്താണ് കുഴപ്പം? ഒരാളുടെ പാപങ്ങൾ അധികരിച്ചാൽ അവന്റെ ഹൃദയം മരിച്ചു പോകും. ശഫീഉനാ റസൂലുള്ളാഹി സംസാരം കൂടി പാപങ്ങൾ അധികരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഹൃദയം മരിച്ചു പോകും. ഹൃദയം മരിച്ചു പോയ ആൾക്ക് ആ ഹൃദയത്തിൽ പിന്നെ മരിച്ച ആളുടെ ശരീരത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അറിയോ? എന്ത് ചെയ്താലും നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ചിരിച്ചും മറിച്ചും ചിരിച്ചും ഇരിച്ചും എല്ലാം നമ്മൾ കുളിപ്പിക്കുമ്പോ മയ്യത്ത് വല്ലതും അറിയോ? എന്നാൽ ഹൃദയം മരിച്ചവൻ എന്തെന്ത് കുറ്റകൃത്യങ്ങൾ ചെയ്യാനും അവന് മടിയില്ല, രാജ്യദ്രോഹങ്ങൾ നടത്താൻ അവന് മടിയില്ല, ഉമ്മയെ വ്യഭിചരിക്കാനോ അതുപോലെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനോ ഹൃദയം മരിച്ചവൻ എന്താണ് മടിയില്ല. അവൻ ഉപ്പയാണ് ആരാണ്, അവന്റെ ഉമ്മയാരാണ്, അവന്റെ സഹോദരങ്ങൾ ആരാണ്, അവൻ മരിച്ചാൽ അവന്റെ കട്ടലിന്റെ 4 കാൽക്കൽ പിടിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നവനാരാണ്, എന്റെ മൂടപ്പല വയ്ക്കുന്നവനാരാണ്, എന്നെ കഫൻതുതിയിൽ പൊതിയുന്നതാരാണ്, എന്നെ കബറിലേക്ക് വെക്കുന്നതാരാണ്, എന്നെ കബറ വെക്കുന്നതാരാണ്. ഇങ്ങനെയുള്ള സമൂഹത്തിലുള്ള സാമൂഹ്യ ബോധം നഷ്ടപ്പെട്ടവന്റെ ഹൃദയം മരിച്ചു പോയാൽ എന്തും പിന്നെ അവനെ നിന്ന് പ്രതീക്ഷിക്കാം. മരിച്ചു പോയി കഴിഞ്ഞാൽ അത് വല്ലാത്ത പാടാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈമാനിന്റെ ശക്തി എന്നത് തവക്കുലാണ്, അതിന്റെ ചിറകുകളാണ് ദുആ. ഈ നിയ്യത്തുള്ള ഈമാനുള്ളവന്റെ ശക്തിയാണ് ദുആ. നല്ല നിയ്യത്തുകൾ, ഉറച്ച തീരുമാനങ്ങൾ എല്ലാം നല്ല ഈമാനുള്ളവരിൽ നിന്നാണ് വരികയുള്ളൂ. ഈമാനുള്ളവനെ കുറിച്ചുള്ള ഉദാഹരണം അത് പർവ്വതം പോലെയാണ്. ഈമാനുള്ളവന്റെ ഹൃദയം പർവ്വതം പോലെയാണ്. നിങ്ങൾ എല്ലാവരും ഒരു പർവ്വതത്തെ അങ്ങനെ സങ്കല്പിക്കുക. എല്ലാവരുടെ അടുത്തുള്ള ഒരു നല്ല പാറ അല്ലെങ്കിൽ ഒരു പർവ്വതം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓർക്കുക, ചിന്തിക്കണം. എന്നിട്ട് പർവ്വതങ്ങളാകുന്ന ആണികൾ അല്ലാഹു തആല അടിച്ചു വെച്ചത് ഭൂമി ഇളകാതിരിക്കാൻ വേണ്ടിയാണ്. ആ പർവ്വതങ്ങൾ നിങ്ങളെ തലച്ചോറിൽ നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ഈമാനുള്ള മനുഷ്യനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത് അലാമത്തുല്ലദീ ഇസ്തഖാമ അന്നഹു യകൂനു മസലുഹു കമസലിൽ ജബൽ. ഈമാനുള്ള മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒരു പാറ പോലെയാണ്. എത്ര നൂറ്റാണ്ടായി ആ പാറ വെയിൽ കൊള്ളാൻ തുടങ്ങിയിട്ട്, എത്ര നൂറ്റാണ്ടായി ആ പാറയിലേക്ക് ഉദിച്ചുയരുന്ന സൂര്യന്റെ കിരണങ്ങൾ ഉദിക്കുന്നത് മുതൽ പടിഞ്ഞാറ് വരെ ആ സൂര്യന്റെ കിരണങ്ങൾ ആ പാറയിലേക്ക് അടിച്ചിട്ടും അതിന്റെ കളറിനൊരു മാറ്റമില്ല, അതിന്റെ കട്ടിക്കൊരു കുറവുമില്ല, അതിന്റെ ശക്തിക്കൊരു പോറല് പോലുമില്ല. നബി നമ്മൾ പറയുന്നു, ഈമാനുള്ള മുസൽമാൻ ഒരു പാറ പോലെയാണ്, അവന്റെ ഹൃദയം ഒരു പാറ പോലെയാണ്. ആ പാറയ്ക്ക് 4 ഘട്ടങ്ങളുണ്ട്, 4 അടയാളങ്ങളുണ്ട്. ഒന്നാമത്തത് എത്ര സൂര്യൻ
എത്ര ശക്തിയുണ്ടെങ്കിലും ഒരിക്കൽ പോലും പാറ ഉരുകുന്നതല്ല. രണ്ടാമത്തത് കൊടിയ തണുപ്പ് വന്നാലും കൊണ്ടാണ് ഫിലിപ്പൈൻ പോലെയുള്ള രാജ്യങ്ങളിൽ സൂര്യൻ ഉദിക്കുന്നത് ഐസിൻ കട്ടയിലേക്കാണ്. ഐസിൻ കട്ടയുടെ ഇടയിൽ അതാ പാറയാണ്. ഐസിൻ കട്ടകൾ ഉരിച്ചു പോയാലും പാറയ്ക്ക് ഒരു കേടുപാടും പറ്റാതെ, ഒരു വ്യത്യാസവും പറ്റാതെ, ശക്തിയായ തണുപ്പും പാറയെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ശക്തിയായ കാറ്റടിച്ചാലും ആ പാറയ്ക്ക് ഒരു പോറൽ പോലും വരില്ല. മലവെള്ളപ്പാച്ചിലിങ്ങനെ ഒഴുകി വന്നാലും വലിയ വലിയ വമ്പൻ കാട്ടാനകളും കാട്ടുവൃക്ഷങ്ങളും ഒലിച്ചിറങ്ങി വരുന്ന, എന്താണ് വയനാട്ടിലെ ഉണ്ടായ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ട് പോലെയുള്ള മലവെള്ളപ്പാച്ചിലുകൾ വന്നാലും ഈ പാറ അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ്. നബി തങ്ങൾ പറയുന്നു, മലവെള്ളപ്പാച്ചിൽ വന്നാലും പാറ അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇതുപോലെയാണ് ഈമാനുള്ള വിശ്വാസം. എന്ത് കേട്ടാലും അവന് തവക്കുലുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, എന്താണ് ഒരു സ്ത്രീ, പേർഷ്യയിലുള്ള ഒരു സ്ത്രീ, എന്താണ് അവളുടെ ഫലസ്തീനിന്റെ മക്കളുടെ ദയനീയമായ അവസ്ഥ കണ്ട് എന്ത് ചെയ്തു? അവൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സമുദ്രത്തിൽ ഒരു പാത്രത്തിൽ അവളുടെ ഫോൺ നമ്പറും പേപ്പറും വെച്ചുകൊണ്ട് പ്ലാസ്റ്റിക്കിന്റെ ടിന്നിൽ ഭക്ഷണം നൈൽ നദിയിലിട്ട് കൊടുത്തു. അത് അവർക്ക് കിട്ടി. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ആ നമ്പറിൽ വാട്സാപ്പിൽ ഫോട്ടോ അയച്ചു കൊടുത്തു. മക്കള് പറയുന്ന ആ പേരിൽ അവർ പറയുന്നു, ഇത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ചെങ്കടലിൽ ഫറോവയെ പേടിച്ചുകൊണ്ട് മൂസാ നബിയുടെ ഉമ്മ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ കാര്യം പേടിച്ച് കൊച്ചിനെ നൈൽ നദിയിലെ പെട്ടിയിലിട്ടു. കിട്ടിയതാർക്കാണ്? ആസിയ ബീവി. ആസിയ ബീവി ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കി രാജാവായി, പ്രവാചകനായി. ഇതാണ് തവക്കുല്. അല്ലാഹു തആല പാഠമാക്കുള്ള തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സ്ഥലത്തിലേക്ക് വന്ന ആളുകൾ ഇങ്ങോട്ട് കയറിയിരുന്നു. എല്ലാവരും ഇങ്ങോട്ട് സഫായി കയറിയിരുന്നു. സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ ദുആ ചെയ്യാൻ 10,000 രൂപ. നമ്മള് ഈ കാല് കഴുകി കയറുന്ന ഭാഗം, അതിന്റെ നിർമ്മാണം മുഴുവനും ഒരു സഹോദരനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം തികച്ചും വേറെ ഒന്നും തന്നെ ആഗ്രഹിക്കാതെ ഇവിടുത്തെ മാനേജ്മെന്റുമായി പറഞ്ഞ് ആലോചിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം അത് പൊളിച്ച് നല്ല ഭംഗിയാക്കി, അല്ലെ, കഴിഞ്ഞ 2 ആഴ്ച നല്ല റാഹത്താക്കി 70,000-ന് മുകളിൽ അതിന് ചെലവുണ്ട്. ഒരു പൈസ പോലും പള്ളിയിൽ നിന്ന് വാങ്ങാതെ അദ്ദേഹം നമ്മുടെ പള്ളിക്ക് വേണ്ടി സമർപ്പിച്ച് ചെയ്തു എന്നതാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ജാരിയായ സദഖയായി സ്വീകരിക്കട്ടെ. അതിലൂടെ കാല് കഴുകി പള്ളിയിലേക്ക് വരുന്ന മുഴുവൻ ആളുകളുടെയും പ്രതിഫലം, അതിന്റെ ഒരു ഭാഗം അദ്ദേഹത്തിനും അവരുടെ കുടുംബത്തിനും അവരുടെ സമ്പത്തിലും മക്കളിലും കുടുംബജീവിതത്തിലെല്ലാം അല്ലാഹു കൊടുക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 250 രൂപ. സ്ഥലത്തിലേക്ക് ഒരു സഹോദരൻ 5000 രൂപ. അതുപോലെ നമ്മുടെ സ്വലാത്ത് മജ്ലിസ് വരുന്ന ഞായറാഴ്ചയാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കണം. മയ്യത്ത് നിസ്കരിക്കാനുള്ള മുളവൂർ, ചക്കാപ്പിള്ളി, ആമിന, മുളവൂർ, റാമ്പിക്കൽ, ജമാൽ, ചെറുവട്ടൂർ, അമ്പാടത്ത്, അരിയാരി. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അതുപോലെ സ്ഥലം മേടിക്കുന്നതിലേക്ക് ഒരു സഹോദരൻ 10,000 രൂപ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.
അർഹമുർ റഹീമീനായ സയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ റഹ്മാനെ പള്ളിയിലേക്ക് ചെയ്തു കൊടുത്ത സംഭവം നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ അതിന് അർഹമായ പ്രതിഫലം കൊടുക്കുന്നവൻ നീയാണ്. അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും അതൊരു ജാരിയായ സദഖയായി സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ അതവിടെ നിലനിൽക്കുന്നിടത്തോളം അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് അതിന്റെ സവാബ് നീ എത്തിക്കണം റബ്ബേ. അവരുടെ മക്കളെ നീ അനുഗ്രഹിക്കണം അല്ലാഹ്. മക്കളുടെ പഠനങ്ങളിൽ ബറക്കത്ത് ചൊരിയണം അല്ലാഹ്. അവരുടെ വരുമാന മാർഗങ്ങളിൽ ബറക്കത്ത് ചൊരിയണം റഹ്മാനെ. സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 10,000 രൂപ സ്വീകരിക്കണേ അല്ലാഹ്. ജാരിയായ സദഖയാക്കണേ അല്ലാഹ്. കുടുംബജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. മക്കളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നെങ്കിൽ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആഖിബത്ത് നന്നാക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ ഓരോരുത്തരുടെയും ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാഹ്. ഈ പള്ളിക്ക് ചെയ്യുന്ന ഓരോ സദഖയും സ്വീകരിക്കണേ റബ്ബേ. ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് സ്വീകരിക്കണം അല്ലാഹ്. പള്ളിയിൽ ബക്കറ്റ് വരുമ്പോൾ അതിൽ പൈസ ഇടുന്നവരെ സ്വീകരിക്കണം അല്ലാഹ്. ഈ ദീനി സ്ഥാപനത്തെ ഒരു രൂപ കൊണ്ടെങ്കിലും സഹായിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരെല്ലാം ദുർമരണങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്. മോശമായ മരണങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്. ആത്മഹത്യ ചെയ്യുന്ന മരണങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്.